ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുക്കുംബർ ബജിയാണ്. അതങ്ങനെ വേറെ ആരും ചെയ്തിട്ടില്ല. നമ്മളൊരു സീക്രട്ട് റെസിപ്പിയാണ്. അപ്പം അതിനായിട്ട് നമുക്ക് കുക്കുംബർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഒരുപാട് വണ്ണം കുറയ്ക്കേണ്ട, ഇത്രയെങ്കിലും വണ്ണം വേണം. അത് നമുക്ക് മാവിൽ മുക്കി പൊരിക്കാനുള്ളതാണ്. ഇതുപോലെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം കുക്കുംബറിൽ പാടില്ല. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും പറ്റില്ല. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള കുക്കുംബർ വെച്ച് തന്നെ ചെയ്യണം. ഇനി നമുക്ക് കടലമാവ് ബാറ്ററിന് വേണ്ടി കടലമാവ് എടുത്തിട്ട് അതിൽ കുറേ ഇങ്ങനെ തരികളുണ്ടാവും. അതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം. അങ്ങനെ ആരും ചേർക്കാറില്ല, പക്ഷെ ഒന്ന് ചേർത്ത് നോക്കും, നല്ല ഫ്ലേവർ കിട്ടും. ഇനി അതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാ മസാല എല്ലാത്തിലോട്ടും കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ഒരുപാട് വെള്ളം പോലെ ആവണ്ട, നമുക്ക് അതിൽ പിടിക്കാൻ കിട്ടില്ല കുക്കുംബറിൽ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാവട്ടെ. വെജിറ്റബിൾ ഓയിൽ മതി, സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലോട്ട് ഇതുപോലെ കുക്കുംബർ ഒന്ന് മുക്കി, ഞാൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ എടുക്കുന്നില്ല, ഇതുപോലെ നമ്മുടെ ഒരു സൈഡ് മുങ്ങുന്ന അത്രയും വെളിച്ചെണ്ണ എടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് നമുക്കെല്ലാം മറിച്ചിടാം. നല്ല ക്രിസ്പായിട്ട് കിട്ടും. നിങ്ങൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് കുക്കുംബറിന് എടുത്തെങ്കിൽ ഇതുപോലെ മസാല അത് പിടിക്കില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കുറേ നേരം പുറത്ത് വെച്ചാലും അതും പറ്റില്ല. ഇനി നമുക്കതിനായിട്ട് നല്ലൊരു സവോള ചമ്മന്തി ഉണ്ട്, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ കുക്കുംബർ ബജിയുടെ കൂടെ. അതിനായിട്ട് നമ്മൾ വറ്റൽമുളകും സവോളയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും ഒഴിക്കും. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കും. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ആ മിക്സിയിൽ അരയ്ക്കുന്ന ആ ഒരു ഫ്ലേവറിനും കൂടെ കിട്ടും. ഇനി നമുക്കൊരു നുള്ളി വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തരികളൊന്നും പാടില്ല, ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അതിലോട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ നല്ല എരിവായിരിക്കും. അത് ഡിപ്പ് കുഴപ്പമൊന്നുമില്ല, എങ്കിലും കുഞ്ഞു പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി, ഒരു 2 നുള്ളു ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതിയാവും. ഒരുപാട് മധുരിപ്പ് വേണ്ട. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡിപ്പും കൂടി അതിൻ്റെ കൂടെ വേണം, അതാണ് അതിൻ്റെ ഒരു കോംബോ. അപ്പോൾ ഇതിങ്ങനെ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ക്രിസ്പായിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ എല്ലാവരുടെയും സംശയമായിരിക്കും, ഇങ്ങനെ വെള്ളം ഉള്ളതുകൊണ്ട്, വെള്ളം കുക്കുംബർ നന്നായിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ക്രിസ്പായിട്ട് കിട്ടത്തില്ലെന്ന്. അത് ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ അങ്ങനെ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് കിട്ടും. നമ്മുടെ ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആരെങ്കിലും പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു കട്ടൻ ചായ ഇതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.